ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ റെജു ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 6 പാനൽ കുർത്തിയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റൈലായിട്ടൊരു റെഡിമെയ്ഡ് പോലുള്ള ഒരു 6 പാനൽ കുർത്തി എങ്ങനെ കട്ടിങ് സ്റ്റിച്ചിങ് ചെയ്യാമെന്നുള്ളൊരു ഈസി മെത്തേഡാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ക്ലോത്തിനെ ഒന്ന് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അതായത് വീതിയെ രണ്ടായിട്ടും നീളത്തെ രണ്ടായിട്ടും മടക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് നാലായിട്ട് കിട്ടും. അതിനെ ഇതുപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഈ കുർത്തിയുടെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 45 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ചും കൂടി സീം അലവൻസ് ആണ് 2 ഇഞ്ച് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാർട്ട് നമുക്ക് സ്ലീവിന് വേണ്ടി വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ 47 ഇവിടെ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് നമുക്ക് സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാനാണ്. അപ്പോൾ 47 മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ 6 പാനൽ കട്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമുക്ക് 7 ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് കിട്ടുന്നത്. അതിൻ്റെ ഹാഫ് നമ്മളൊരു 4 ഇഞ്ചൊന്ന് ആ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴോട്ട് നമ്മളുടെ വേസ്റ്റ് ഇറക്കം എന്ന് പറയുന്നത് 14 ആണ്. 14ൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചും കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 17 ഇഞ്ച് കിട്ടും. ആ 17 ഇഞ്ച് ഈ 4 ഇഞ്ചിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ആയിട്ട് ഇതുപോലെ ഷോൾഡർ വരെ ആ ഭാഗം വരെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുർത്തിയുടെ അടിവശം എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ബോട്ടം പാർട്ടിൽ നമുക്ക് എത്രയാണോ വീതി കിട്ടുന്നത്, അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നമ്മളെ തുണിയിൽ എത്രയാണോ വീതിയുള്ളത് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഒരു 8 ഇഞ്ച് നമ്മൾ ഈ 17 ഇഞ്ചിലോട്ട് കണക്ട് ചെയ്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. കുർത്തിയുടെ അങ്ങനെ ഒരു പാനൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആ ഫോൾഡ് ചെയ്ത പാർട്ട് ഇതുപോലെ തന്നെ വെച്ചിരിക്കുക. അതിപ്പോൾ ഒരു 4 പീസ് ഉണ്ടാവും, ഫ്രണ്ടും ബാക്കും ആണ്. അത് വെച്ചതിന് ശേഷം ഈ പീസ് ഇതുപോലെ എടുത്തിട്ട് തിരിച്ച് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. ക്ലോത്തിൻ്റെ വീതി കുറഞ്ഞ ഭാഗം മുകളിലും വീതി കൂടിയ ഭാഗം താഴെയാണ് വരേണ്ടത്, ബോട്ട ഭാഗത്തുമാണ് വരേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ മാർക്ക് ചെയ്യുന്നതും ഒരു 7 ഇഞ്ച് എടുക്കുക. അപ്പോൾ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ നമ്മളും ആം ഹോളും മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എനിക്കിവിടെ 36 ഇഞ്ചാണ് വേണ്ടത്. 36 ഇഞ്ചിൻ്റെ 4/1 9 കിട്ടും. 9ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൂടെ ചേർത്ത് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ആ കോർണർ ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോളിൻ്റെ ഹാഫ് എടുക്കുക. അത് നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഹാഫ് ഒരു 3.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ മിഡ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഷേപ്പായിട്ട് വരച്ചെടുക്കാം. ആം ഹോൾ കർവ് ടൂളുണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം നമ്മളിതിൻ്റെ വേസ്റ്റ് നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഷേപ്പിന് വേണ്ടി നമ്മൾ ആ ചെസ്റ്റ് 11 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നു. 1 ഇഞ്ച് അകത്തോട്ടിട്ട് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഷേപ്പർ വെച്ച് ഇതുപോലെ നമുക്ക് എൻഡ് ഭാഗം വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എൻഡ് ഭാഗത്ത് നിന്നും മുകളിലോട്ടൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിന് ശേഷം ഒരു യു ഷേപ്പ് കൊടുക്കുക. ഇതുപോലെ യു ഷേപ്പ് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ കുർത്തിയുടെ കട്ടിങ് പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ നോക്കിയിട്ട് വരാം.
ഞാനിവിടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ലൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിലാണ് നമ്മൾ ഈ ലൈസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബാക്ക് പോർഷനാണ്. അപ്പോൾ ബാക്ക് പാർട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് 3 പീസാണ് ഒരു പാർട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ആ ഭാഗം റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് എൻഡ് ഭാഗം വരെ നമുക്ക് ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് എൻഡ് ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം. അതിനുശേഷം 2 സൈഡിലും ഓരോ ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കണം. അതിനുശേഷം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് ഇതുപോലെ തന്നെ ഒരു സൈഡ് റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 17 ഇഞ്ച് വരുമ്പോൾ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 17 ഇഞ്ച് തൊട്ട് താഴ്വശം വരെയും നമുക്ക് ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ തിരിച്ചിട്ടതിന് ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അടുത്ത പാർട്ട് ഇതുപോലെ 17 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലേസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 പാർട്ടും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നെക്ക് പാർട്ട് കട്ട് ചെയ്യാം. നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത് ഒരു 3.5 ഇഞ്ചും ഡെപ്ത് ഒരു 6.5 ഇഞ്ചുമാണ്. നമ്മളൊരു വി ഷേപ്പ് പോലത്തുള്ള ഒരു നെക്കാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ വിയും യുവും അല്ലാത്ത രീതിയിലാണ്, കറക്റ്റ് വി അല്ല. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സ് വരച്ചതിന് ശേഷം ആദ്യം ഒരു വി ഷേപ്പ് കൊടുക്കുക. വി ഷേപ്പ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ചെറുതായിട്ടൊരു കർവ് പോലെ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ടിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ലൈനിങ് ക്ലോത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് സീം അലൗൺസ് ഇട്ടിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വന്നതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ ആ ബാലൻസ് ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഓരോ കട്ടുകൾ കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിനെ തിരിച്ചിട്ടൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നമുക്ക് നെക്കിൻ്റെ ഈ ഭാഗത്ത് ലേസ് വെച്ച് പിടിപ്പിക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൻ്റെ ആ വി ഷേപ്പ് എത്തുന്നിടത്തൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അതങ്ങനെ ഫോൾഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ആ വി ഷേപ്പ് കിട്ടുകയുള്ളൂ. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നാൽ ആ വി ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻഡ് ഭാഗം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിനുശേഷം ഈ ലേസിൻ്റെ എൻഡ് ഭാഗത്തും ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ഈ വി ഷേപ്പിൽ ലേസ് വെച്ചതിന് ശേഷം ഇനി നമുക്കൊരു സ്ക്വയർ ആർട്ടും കൂടെ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ലേസ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി നമ്മൾ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്കിന് ശേഷം 2-1.5 ഇഞ്ച് മാർക്കിന് ശേഷം അവിടുന്ന് താഴോട്ടൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്കിന് ശേഷം നന്നായി ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്കിന് ശേഷം ഇതിനെ തിരിച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 വശത്തും നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തിരിച്ചിട്ടിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിൽ കറക്റ്റായിട്ട് ലേസ് വെച്ച് പിടിപ്പിക്കുക. ഇതുപോലെ സ്ക്വയറായിട്ട് ലേസ് വെച്ച് പിടിപ്പിക്കുക. ലേസ് വെച്ച് പിടിപ്പിക്കുമ്പോൾ ഈ സ്ക്വയർ ഭാഗം വരുമ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ. എന്നാലേ ആ സ്ക്വയർ രൂപത്തിൽ വരത്തുള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ സ്ക്വയർ കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആ സ്ക്വയർ ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് മുകളിലോട്ട് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
നമ്മുടെ നെക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇനി നമുക്കിതിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി 2 ഷോ ബട്ടൺസും കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നെക്കിൻ്റെ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ 3.5 ഇഞ്ചും ഡെപ്ത്ത് ഒരു 2 ഇഞ്ചും എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക. റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോയിൽ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നമ്മൾ അടുത്തത് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്ലീവിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ റൈറ്റ് ടു റൈറ്റ് സൈഡ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ 2 സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് സ്റ്റിച്ച് ചെയ്യാം. സ്ലീവ് റൗണ്ട് ഞാനൊരു 5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് എടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് സീം അലൗൺസ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും ഇതുപോലെ ഒരുമിച്ച് വെച്ച് നമ്മളെ മെഷർമെൻറ്റൊക്കെ അനുസരിച്ച് വേസ്റ്റും ഹിപ്പും ഒക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം നമുക്ക് ഹിപ്പിൻ്റെ ഭാഗം വരുമ്പോൾ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നിർത്തണം. അപ്പോൾ അവിടെ ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഈ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്യത്തില്ല. അപ്പോൾ ആ 14 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നിന്നും നമുക്ക് എൻഡ് ഭാഗം ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് 2 ക്ലോത്തും രണ്ടായിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 6 പാനൽ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് 6 പാനൽ കുർത്തിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പം സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സ്റ്റിച്ചിങ് അറിയാവുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും അയക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.